ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു സ്ഥലം പരിചയപ്പെടുത്താം കേട്ടോ. മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ കർമ്മ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇതൊരു നിളയോര പാതയാണ് കേട്ടോ. വീക്കെൻഡിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ അതേപോലെ ആഘോഷങ്ങളില്ലേ, ഈ ഓണം, വിഷു, റംസാൻ, ക്രിസ്മസ് ഇതുപോലെയുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ആ ടൈമിൽ ആളുകളെ കൊണ്ടും പിന്നെ കച്ചവടക്കാരെ കൊണ്ടൊക്കെ ഇവിടെ ഉണ്ട് നിറയും. ഭയങ്കര വൈബാണ് കേട്ടോ. ഫാമിലിയൊക്കെ ഇവിടെ വന്നിരിക്കാനും ഇരിക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മാഷാണ്. ആള് ഫ്രണ്ട്സിൻ്റെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ പുഴയിൽ ഇറങ്ങുന്ന ആളുടെ ഫ്രണ്ടാണ് കേട്ടോ. ആള് പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല മീനുണ്ടെന്ന് ഒരാൾ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അവർ മീൻ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്ഥലത്ത് മൊത്തം മീൻപിടുത്തക്കാർ ഏരിയ ഉണ്ട്. ഞങ്ങൾ വരുന്ന ടൈമിലൊക്കെ കാണാം ഇവിടെയൊക്കെ ഈ മതിലിൽ മൊത്തം ആൾക്കാരിങ്ങനെ വരി വരിയായിട്ടിരിക്കും, മീൻപിടുത്തക്കാരാണ്. പിന്നെ കുറച്ച് അപ്പുറത്താണ് നമ്മളെ ഫാമിലി ആയിട്ട് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഏരിയകളൊക്കെ ഉണ്ട്. അത് നല്ല പച്ചപ്പാണ് കേട്ടോ. ആ ഭാഗത്ത് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ താനൂര് ബോട്ടപകടം കഴിഞ്ഞ ശേഷം അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും ഇവിടുത്തെ ഒരു ഫുൾ വീഡിയോ ഉടനെ തന്നെ ഇടാട്ടോ. പിന്നെ ഈ പുഴ ചെന്ന് അവസാനിക്കുന്നത് ഒരു അഴിമുഖത്താണ്. അതിന്റെ രണ്ട് സൈഡിൽ നല്ല അടിപൊളി ഒരു ബീച്ച് ഉണ്ട് കേട്ടോ. 2 ബീച്ചുകളുണ്ട്, ഒന്ന് കൂട്ടായും ഒന്ന് പൊന്നാനിയും. ഈ ഭാഗത്തേക്കാണ് കേട്ടോ മാഷി കക്ക വരാറ്. അത് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് തന്നെയുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട് ആൾക്ക്. ഈ വേലിയിറക്ക ടൈമിലാണ് കക്കൊക്കെ വരിക. ഇതിനെപ്പറ്റി അറിയാതെ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് അപകടമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കക്ക വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് വേലിയിറക്കൊക്കെ നോക്കിയിട്ട് മാത്രം അത് ചെയ്യാം. ഇതാ കാണുന്ന പാലാണ് ചമരവട്ടം പാലം. കുറെ വർഷങ്ങൾക്ക് മുന്നേ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഇവിടെ ഒരു കടത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ഈ കടവ് കടന്നിട്ടാണ് പോകാറുള്ളത്. അതൊക്കെ ഒരു കാലം. ഭയങ്കര നൊസ്റ്റാൾജിയായിട്ട് മനസ്സിലിങ്ങനെ തോന്നുകയാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ. ഈ മീൻപിടുത്തം മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആള് വന്നപ്പോഴേക്ക് 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 പേര് കൂടിയിട്ട് മീൻ പിടിച്ചിട്ട് ഒരാൾക്ക് കിട്ടിയ വീതാണ് കേട്ടോ അത്. വലുതും ചെറുതൊക്കെ ഉണ്ട്. കരിമീന് ഞാനിത് ഒരു പ്രാവശ്യമേ കഴിച്ചിട്ടുള്ളൂ. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഷി ഈ ആലപ്പുഴയിലൊക്കെ ടൂറ് പോയിട്ട് അവിടുന്ന് കരിമീൻ കഴിച്ച കഥകളൊക്കെ പറയാറുണ്ട്. അങ്ങനെ അവിടുന്ന് കരിമീൻ കഴിച്ചതും അടിപൊളിയാണ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ വന്നിട്ട് ഇങ്ങനെ കൊതിപ്പിക്കും. അങ്ങനെ ഞാനൊരു ദിവസം പറഞ്ഞാൽ എനിക്കും വേണം, ഇങ്ങനെ കരിമീൻ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് കൊടന്നു തന്നു. എന്നിട്ട് അന്ന് ഞങ്ങളത് ഇങ്ങനെ വറുത്ത് കഴിച്ചിട്ടാ. പിന്നെ ഇത് നന്നാക്കാനാണെങ്കിൽ എനിക്കറിയില്ല, അതിനും ആളെന്നെ വേണം. അപ്പോൾ ആളത് നന്നാക്കി തരും. പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ണികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട് കേട്ടോ. അവർക്ക് ഞാൻ TV അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരവിടെ ഇരിക്കുന്നില്ല. ഞങ്ങൾ രണ്ടാളും അടുക്കളയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരിങ്ങനെ എപ്പോഴും ഞങ്ങളപ്പം ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും. മേല് കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഷി കയറി വന്നത്. അപ്പൊ പിന്നെ അവര് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പം സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അവരെങ്ങനെ ABCDയും 1 2 3 ഒക്കെ ഇങ്ങനെ എഴുതി ഇങ്ങനെ പഠിപ്പിക്കും. അങ്ങനെ ഇരുന്ന് പഠിക്കായിരുന്നു. അപ്പോഴാണ് അച്ഛൻ കയറി വന്നത്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞ്. പിന്നെ ഇത് മീനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ TV ഇട്ട് കൊടുത്ത്. അപ്പൊ അവർക്ക് അവിടെ ഇരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങള് ഇപ്പൊ എല്ലാരും കൂടി ഇപ്പൊ അടുക്കളയിലുണ്ട്. ഇപ്പൊ ഈ മീൻ നന്നാക്കൽ കഴിഞ്ഞിട്ട് അത് ഒന്ന് വറുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോറ് കൊടുക്കാന്ന് വിചാരിക്കുന്നു. അതിങ്ങനെ അതും പറയുന്നുണ്ട്, വിശക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. അപ്പൊ ഞാനിത് മീൻ വറുത്തിട്ട് വേഗം തരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞയച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതിനുള്ള വെജിറ്റബിൾസ് എന്താ പറയാ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുന്നുണ്ട്. അപ്പൊ പിന്നെ വേപ്പിലില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അത് പറയാൻ വിട്ടുപോയതാണ്. കടയിൽ പോകുമ്പോൾ ഞാൻ വിട്ടുപോയതാണ്. പിന്നെ വിഷുവിന് കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നുള്ളതൊക്കെ തീർന്നും പോയി. പിന്നെ എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു തൈ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ മുറ്റത്ത്. അപ്പോൾ അതിൽ നിന്ന് 2 അല്ലി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാ. ഞാൻ ആ ചെടിയിൽ നിന്ന് എന്തെങ്കിലും പറിച്ചിട്ട് ഞാൻ ചെടി ഇനി കേടുവരുമോന്നൊന്നും അറിയില്ല. ഇങ്ങനെ തളിർത്ത് വരുമ്പോ തന്നെ അതിൽ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അത് നാശമായി പോകുന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ശരിയാവുമായിരിക്കും. അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴുകുന്നതാണൊരു പരിപാടി. അത് കഴുകാനാണെങ്കിൽ ഈ കല്ലുപ്പ് വെച്ചിട്ട് നന്നായിട്ട് വരതണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അതിൽ ഈ പാടത്തെ മീനിലും ഈ പുഴമീനിലും ഒക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ചേറിലല്ലേ ഇത് കിടക്കുക. അപ്പം അതിൻ്റെ മേലിൽ ചളിയും പിന്നെ ഈ ചതുമ്പൽ നമ്മളിങ്ങനെ മീൻ മുറിക്കുമ്പോൾ തന്നെ അത് പോവാത്ത കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് പോയിക്കോളും. ഇവിടെ ഇപ്പം എൻ്റെ അടുത്ത് കല്ലുപ്പ് ഉണ്ടായിരുന്നില്ല, ഞാൻ പൊടിയുപ്പ് ഇട്ടിട്ടാണ് അത് കഴുകണത്. ഞാനല്ല, മാഷാണ് കഴുകണത്. നന്നായിട്ട് ഉരച്ച് കഴുകണം, 2-3 വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കണം. മീൻ പിടിക്കുന്ന വീഡിയോ ഇട്ട പോലെ തന്നെ കക്ക പിടിക്കുന്ന വീഡിയോ ഉടനെ തന്നെ ഇടാട്ടോ. എന്നാൽ പിന്നെ അതിനെ പറ്റിയിട്ട് അറിയാമല്ലോ, എങ്ങനെ പിടിക്കണേ, എന്തൊക്കെയാ കാര്യങ്ങളെന്നൊക്കെ നമുക്കറിയാമല്ലോ. പിന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലാണ്, ഇതിൽ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്നും ഉയരുള്ളൂ. മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് മാഷ് മീൻ എന്നെ ഏൽപ്പിച്ചു കേട്ടോ. ഇനി എൻ്റെ പരിപാടിയാണ്. അപ്പം ഞാൻ അതിനായിട്ട് മീന് കായം തേക്കാനായിട്ട് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, കറിവേപ്പില, പെരിഞ്ചീരകം, ഇതൊക്കെയാണ്. ഇതൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും ഉപയോഗിക്കട്ടോ. ഇനി ഇതൊക്കെ കൂടി ചതച്ചിട്ട് മസാലയും കൂട്ടിയിട്ട് അത് മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ വയ്ക്കുക. എന്നിട്ട് പിന്നെ വറുത്തെടുക്കാം. ഇങ്ങനെയൊക്കെ തന്നെ. അതിൻ്റെ ഇടയിൽ ഉണ്ണികൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ വിശക്കുന്നുണ്ട്, ചോറ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് മീൻ കഴിക്കാൻ വേണം, പെട്ടെന്ന് തന്നെ ചോറും വേണം. ഞാൻ പിന്നെ ഒരുവിധം സമാധാനിപ്പിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഇപ്പം ഈയിടെയായിട്ട് ഭയങ്കര ചൂടല്ലേ. ഞങ്ങളൊരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ കുളിക്കുക. ഇപ്പം എന്തായാലും ഇന്ന് ഒരു പ്രാവശ്യം കൂടി കുളിക്കേണ്ടി വരും. കാരണം ഈ രാത്രി നേരങ്ങളിൽ അടുപ്പിലെ പണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വേർത്തിട്ട് പിന്നെ ഒന്നും കിടക്കാൻ പറ്റില്ല. ഒന്ന് കുളിച്ചല്ലാതെ പിന്നെ കിടക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം നന്നായിട്ട് വിയർക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ണികളും ഇതന്നെ പരിപാടി. അവർക്കും ഭയങ്കര ചൂടിൻ്റെ ആൾക്കാരാണ്. അവരിനിപ്പോൾ ചോറ് ഉണ്ടിട്ട് തന്നെ ആയിരിക്കും കുളിക്കുക. അവർ ഒന്ന് മേല് കഴുകിയിട്ടല്ലാതെ അവർക്ക് ഉറക്കം കിട്ടൂല. അവർ 2 ഫാനും ഒക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. ചൂടൊട്ടും എങ്ങാനും കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചൂട് സഹിച്ചിട്ട് അവർ കിടക്കില്ല. പിന്നെ ഞങ്ങൾ 2 പേരും ഇരുന്നിട്ട് വീശി കൊടുക്കണം. കറണ്ട് പോയാൽ പിന്നെ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ട്. ഇവിടെ കൊതുകിൻ്റെ ശല്യം അങ്ങനെ ഇല്ല, പക്ഷെ ചൂട് അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ കുന്ന് ഏരിയ അല്ലേ, അപ്പം അതിൻ്റെതായ ചൂട് നന്നായിട്ടുണ്ടാവുമല്ലോ. ഇനി എൻ്റെ അടുപ്പ് പിടിപ്പിക്കലാണ് ഒരു പരിപാടി. അത് കുറേ രാവിലെ പിടിപ്പിച്ച ശേഷം പിന്നെ അതങ്ങനെ കെട്ടി കിടക്കല്ലേ, അപ്പോൾ പിടിച്ച് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ കുറച്ച് ഓലക്കൊടിയൊക്കെ എടുത്തിട്ട് കത്തിച്ചിട്ടുണ്ട്. വേഗം പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചൂട് പിടിച്ചിട്ടുണ്ട്. ഞാൻ വേഗം പാനൊക്കെ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ഇതിൽ വല്ല വേപ്പിൻ്റെലൊക്കെ ഇട്ടുകൊണ്ട് മാഷൊന്ന് പേടിച്ചു പോയി. അതുകൊണ്ടാണ് ക്യാമറ ഒന്ന് ഇളകിയത്. അയാൾക്ക് ഈ കടുക് പൊട്ടിക്കണതും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പപ്പടം കാച്ചുമ്പോഴൊക്കെ ഓരോ ഒച്ചപ്പാടൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ എണ്ണയിൽ കുറച്ച് വെള്ളം വീണാൽ തന്നെ ആൾക്ക് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പം ഞാനിത് എണ്ണ ചൂടായ ശേഷം ഈ മീനുകളൊക്കെ ഓരോന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പാനിൽ കുറച്ച് എണ്ണ കൂടിപ്പോയി. അപ്പോൾ ഈ തീ ഇങ്ങനെ മേലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പാന് കത്തിപ്പിടിക്കുമെന്ന് പോലും തോന്നിപ്പോയി. പിന്നെ ഞാൻ തീ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് പിന്നെ മീൻ ഓരോന്നെടുത്തിട്ട് വെച്ചു കൂട്ടാം. ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല. അമ്മ പറഞ്ഞു തന്ന കുറേ ടിപ്സും പിന്നെ ഇപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ യൂട്യൂബാണ് എൻ്റെ ഗുരു. ഇപ്പോൾ ഇതാ മീനൊക്കെ ഓരോന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് നന്നായിട്ട് കത്തുന്നുണ്ട്. മീൻ ഒരു സൈഡ് ഇങ്ങനെ വെന്ത് തുടങ്ങുന്നുണ്ട്. ഈ മീനൊക്കെ വറക്കുമ്പോൾ വേപ്പിൻ്റെ ഇല ഇടയല്ലാതെ വേറൊരു കാര്യങ്ങൾ കൂടി ചെയ്യാം. അപ്പോൾ പിന്നെ മീൻ പൊടിയാതെ നമുക്ക് കിട്ടും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീൻ വെന്ത് കഴിഞ്ഞു നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ പാനോ എന്തിലാണോ വറക്കണ സംഭവം ഒന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് അത് ചൂടാറിയ ശേഷം മറിച്ചിടാൻ നോക്കുക. അപ്പോൾ പിന്നെ പൊടിയാതെ കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് ചൂടാറിയ ശേഷമാണ് മറിക്കുന്നത്. അപ്പോൾ പൊടിയാതെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എല്ലാം നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊരു കൊടുക്കുമ്പോൾ ഒരാൾക്ക് വെച്ച് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും. ഇതിപ്പോൾ ആരെങ്കിലും വിരുന്ന് വരുമ്പോൾ ഈ പൊടിഞ്ഞതും അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ പോലെയല്ലേ. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല വൃത്തിയിൽ കിട്ടിയില്ലേ. എന്നാലും കുറച്ചൊക്കെ വൃത്തിയിൽ കിട്ടിയില്ലേ.
മീൻ വറക്കൽ കഴിഞ്ഞെന്ന് അകത്ത് അറിഞ്ഞിക്കണം തോന്നുന്നു. അവിടെ നിന്നുള്ള വിളി വന്നിട്ടുണ്ട്, അമ്മ മീൻ ചോറ് വേണേന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അവർക്കുള്ള ചോറായിട്ട് വരികയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക വറുത്തരച്ചതും പിന്നെ കരിമീൻ ഫ്രൈയും. അപ്പം ഞാൻ ഇവർക്ക് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്. ചക്കി മീൻ വേണോ?